സമുദായ സംഘടനാ നേതാക്കളെ, ഈ ഹർത്താലിനെ രാവിലെ മുതൽ ഏറ്റെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇതൊരു വലിയ വിജയമാക്കാൻ ആത്മാർത്ഥമായി ഈ സമരത്തിൽ പങ്കാളികളായ സമുദായ സ്നേഹികളായ പ്രവർത്തകരെ, ഈ സമരത്തെ ധാർമ്മികമായി പിന്തുണച്ച പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പിൻബലവുമില്ലാതെ കേരളത്തിലെ ആദിവാസി ദലിത് സമൂഹം നടത്തിയ ഐതിഹാസികമായ ഒരു ഹർത്താലാണ് അതിൻ്റെ ഈ സായാഹ്നത്തിൽ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഈ ഹർത്താലിൻ്റെ ആഹ്വാനം നിതിൻ രാജിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിതിൻ രാജിൻ്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ദലിത് സംഘടനകളുടെ പൊതുവേദിയായ ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഈ ഹർത്താൽ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും ദലിത് ബഹുജനം ഇത് ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിലിറങ്ങി ഹർത്താലിൻ്റെ ഭാഗമായി അവർ മുദ്രാവാക്യം എടുത്തുകൊണ്ട് സമാധാനപരമായി വലിയ അച്ചടക്കത്തോടുകൂടി, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഇതേപോലുള്ള പ്രക്ഷോഭങ്ങളുടെ ചരിത്രമെടുത്താൽ വലിയ അച്ചടക്കത്തോടെയും നേതൃത്വത്തിൻ്റെ വളരെ കൃത്യമായ മേൽനോട്ടത്തിലും യാതൊരുവിധമായ വയലൻസുമില്ലാതെ നടത്തിയ ശ്രദ്ധേയമായ ഒരു ഹർത്താലായി ഇത് മാറുകയാണ്. കാരണം ഈ ഹർത്താൽ ഉന്നയിക്കുന്നത് കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിയുടെ മുമ്പാകെ ധാർമ്മികമായ ഒരു പ്രശ്നമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, പ്രൊഫഷണൽ മേഖലയിൽ, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ കേരളത്തിലെ ദലിതരായ ആദിവാസികളായ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ കഴിയണം. പഠിക്കുക എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദലിതർക്ക്, ആദിവാസികൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുകൊടുക്കുന്ന ഒരു ഭരണഘടനാപരമായ അവകാശമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യമായി കിട്ടിയതല്ല. മഹാത്മാ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും ഒട്ടനവധി നവോത്ഥാന നായകന്മാരുടെയും നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ പിടിച്ചു വാങ്ങിയ ഒരവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ അവകാശം. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ, 25 കൊല്ലം കഴിയുമ്പോൾ, നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 25 കൊല്ലം കഴിയുമ്പോഴും ഈ രാജ്യത്ത് ഭരണഘടനാപരമായ പരിരക്ഷയുള്ള ദലിതർക്ക്, ആദിവാസികൾക്ക്, അവരുടെ പുതിയ തലമുറയ്ക്ക് അവൻ മിടുക്കനായി നല്ല ബുദ്ധിയുള്ള, നല്ല മിടുക്കുള്ള ഒരു കുട്ടിയായി ക്യാമ്പസുകളിൽ പഠിക്കുക എന്ന് പറയുന്നതിന് ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്ന അപകടകരമായ, ആപൽക്കരമായ ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസമെന്ന് ഈ കേരളം ദലിതരോട് പറയുമ്പോൾ, പഠിക്കുന്നത് അപകടമാണ്, പഠിച്ചാൽ ജീവൻ നഷ്ടപ്പെടും, അന്തസ് ഉയർത്തിപ്പിടിച്ചാൽ അധ്യാപകരാൽ കൊല ചെയ്യപ്പെട്ടേക്കും എന്ന് ഈ നവോത്ഥാന കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിലെ അധ്യാപകർ കൊല ചെയ്തുകൊണ്ട് കേരളത്തോട് പറയുമ്പോൾ, ഞങ്ങൾ പറയുന്നു, അഭിമാനികളായ കേരളത്തിലെ ദലിതുകൾ, ബാബാ സാഹേബ് B.R. അംബേദ്കറുടെ അനുയായികളായ അയ്യങ്കാളിയുടെയും പാമ്പാടി ജോൺ ജോസഫിന്റെയും പൊയ്തലപ്പച്ചന്റെയും കണ്ടഗോപാറിന്റെയും വർക്കല S.K. രാഘവന്റെയും ഒക്കെ ചോര തുടിക്കുന്ന ശിലകളുമായി ജീവിക്കുന്ന ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഞങ്ങളിൽപ്പെട്ട പുതിയ തലമുറയെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അവരെ അങ്ങ് പുറന്തള്ളാം, അവരെ എക്സ്ക്ലൂഡ് ചെയ്യാം എന്ന് കേരളത്തിലെ ഏത് നാടകന്മാർ വിചാരിച്ചാലും ഞങ്ങൾ മൗനം പാലിക്കുകയില്ല. അതിശക്തമായ പ്രതിരോധമുയർത്തിക്കൊണ്ട് ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ പണയം വെച്ചുപോലും അവരുടെ വിദ്യാഭ്യാസത്തിന് കാവലിരിക്കാനുള്ള ബാധ്യത കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ, സമുദായ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നതിൻ്റെ വിളംബരമാണ് ഇന്ന് നടന്ന ഈ ഹർത്താൽ എന്ന് പറയുന്നത്. ഇതിനെ പരാജയപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ ഇവിടുത്തെ ആൾക്കാർ നടത്തി. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലുകൾ, CPM-ഉം കോൺഗ്രസും BJP-യും ഒക്കെ നടത്തുന്ന ഈ ഹർത്താലുകൾക്ക്, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വ്യാപാരി വ്യവസായികളും അതേപോലെ കേരളത്തിലെ മധ്യവർഗവുമെല്ലാം ദലിതരുടെ ന്യായമായ ഒരു ഹർത്താലായിട്ട് പോലും ഇതിനെ പല നിലയ്ക്കും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം
പ്രതിരോധിച്ചുകൊണ്ടാണ് അച്ചടക്കത്തോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ രാജ്യത്തെ കേരളത്തിലെ ദലിതുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ അണിചേർന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് ദലിതരെ ഇപ്പോൾ പഠിപ്പിക്കേണ്ട എന്നതാണ്. നിതിൻ രാജ് സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുട്ടിയാണ്. അച്ഛനും അമ്മയും കൂലിവേലക്കാരാണ്. അതുകൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നു. ഭരണഘടന അനുസരിച്ച്